ഇറ്റ്സ് മീ ശ്രീരാഗ് ഭക്തപ്രിയം. മൈക്രോസോഫ്റ്റ് എക്സൽ ടിപ്പ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സലിലെ ട്രാൻസ്പോർട്ട്സ് എന്ന് പറയുന്ന ഫീച്ചറിനെ പറ്റിയാണ്. കോളത്തിലുള്ള ഡാറ്റേനെ നമുക്ക് റോയിലേക്ക് കൺവേർട്ട് ചെയ്യാനും റോയിൽ കിടക്കുന്ന ഡാറ്റേനെ കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ട്രാൻസ്പോസ്. സോ എക്സൽ എങ്ങനെയാണ് ട്രാൻസ്പോസ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്കൊരു ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ സെറ്റിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ കോളത്തിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കോളത്തിൽ കിടക്കുന്ന ഈ ഡാറ്റേനെ എനിക്ക് എന്ത് ചെയ്യണം, റോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ ഈ ഡാറ്റ കോപ്പി ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡാറ്റ കോപ്പി ചെയ്യാം. ഇനി എവിടേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+Alt+V, പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കീ ആണ് Ctrl+Alt+V. അപ്പോൾ നമുക്കൊരു പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കോളത്തിൽ കിടക്കുന്ന ഡാറ്റ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, റോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കോളത്തിൽ ഈ റോയിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളത്തിലേക്ക് ആക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം, ഈ റോയിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ഒരു പ്രാവശ്യം കൂടി കോപ്പി ചെയ്തിട്ട് എവിടേക്കാണോ വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കേസർ കൊണ്ടുവച്ചതിന് ശേഷം Ctrl+Alt+V പ്രസ് ചെയ്യുന്നു. വീണ്ടും പേസ്റ്റ് സ്പെഷ്യലിൽ ട്രാൻസ്പോസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ടാവും, വീണ്ടും എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, റോയിൽ നിന്ന് കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മൾ കോളത്തിൽ കിടക്കുന്ന ഡാറ്റ റോയിലേക്കും റോയിൽ കിടക്കുന്ന ഡാറ്റ കോളത്തിലേക്കും കൺവേർട്ട് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.